മോനെ ആ പേപ്പർ കുറച്ചങ്ങ് തന്നുവിട്ടാൽ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഉരച്ചോളാമെന്ന്. ഞാൻ ഡെന്റൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ പല്ലുകൾ എങ്ങനെയെങ്കിലും നിലനിർത്താൻ നോക്കും. എൻ്റെ കോളേജിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, പല്ലെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, റൂട്ട് കനാൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പലത്. ഇതിൽ പ്രോസ്റ്റഡോണ്ടിക്സ് എന്ന് പറയുന്നതാണ് പല്ല് വെക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ BDS പഠിക്കുന്ന സമയത്ത് പ്രോസ്റ്റഡോണ്ടിക്സിൽ ഇത്ര നമ്പർ പേഷ്യൻസിന് ഫുൾ സെറ്റ് പല്ല് വെച്ച് കൊടുക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. ഞാനൊരു ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. ഈ കോളേജുകളിലൊക്കെ ഈ സെറ്റ് പല്ലിനൊക്കെ റേറ്റ് വളരെ കുറവായിരുന്നത് കൊണ്ട് ധാരാളം സാധുക്കളായ അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ അവിടെ വരാറുണ്ടായിരുന്നു. അത് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി ഒരുമാതിരിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് പല്ല് വെച്ച് കൊടുക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. ഒരു പരിധി വരെ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ, നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ ഊരുന്ന സെറ്റ് പല്ലെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളകുക, അവിടെ ഇവിടെയൊക്കെ കൊണ്ട് മുറിയുക, ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ഞങ്ങൾ ഈ പഠിക്കുന്ന കാലത്തൊക്കെ ഇതിലെവിടെയെങ്കിലുമൊക്കെ ഒരയുന്നുണ്ടെന്നുള്ള കംപ്ലയിൻറ്റ് പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സാൻഡ് പേപ്പർ പോലത്തെ ഒരു പേപ്പർ വെച്ചിട്ടൊക്കെയാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചിലർക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പല പ്രാവശ്യം വരേണ്ടി വരും. മടുത്തിട്ട് ഒരു അപ്പൂപ്പൻ ചോദിച്ചിട്ട് വരെയുണ്ട്, മോനെ ആ പേപ്പർ കുറച്ചങ്ങ് തന്നുവിട്ടാൽ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഉരച്ചോളാമെന്ന്. പക്ഷേ ഇപ്പം മുഴുവൻ പല്ലുമില്ലാത്തവർക്ക് പോലും കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പിച്ച് പല്ല് വെക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ആയിട്ട് മുകളിലെയും താഴത്തെയും പല്ലുകൾ മുഴുവനായി ഉറച്ചു നിൽക്കുന്ന തരത്തിലും ഇപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ പല്ലിനും ഓരോ ഇംപ്ലാന്റ് ആയിട്ട് ചെയ്യുകയല്ല, 6 or 4 ഇംപ്ലാന്റുകളിലായിരിക്കും മുഴുവൻ പല്ലുകളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും കഴിവതും സ്വന്തം പല്ല് എങ്ങനെയെങ്കിലും നിലനിർത്തുക. കാരണം ദൈവം തന്ന പല്ലോളം നമ്മൾ ആര് വെച്ചാലും ആകില്ല.